സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾക്കായി എല്ലാ മനുഷ്യരും ഒരുപോലെ ആശ്രയിക്കുന്ന ഇടമാണ് അക്ഷയ സെൻറ്ററുകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള തിരുമലയിലുള്ള ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുന്നിലാണ്. ഇവിടുത്തെ അക്ഷയ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ 1-ാം നിലയിലാണ്. കേരളം ഭിന്നശേഷി സൗഹൃദമാക്കുമെന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനം. എന്നാൽ ഈ പ്രഖ്യാപനം അതിൻ്റെ അർത്ഥതലത്തിലേക്ക്, അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് TBSKയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ചേട്ടാ, ഭിന്നശേഷിക്കാരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഇടം കൂടിയാണല്ലോ. സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾക്കായി പ്രധാനമായും അക്ഷയ സെൻറ്ററുകൾ വരുന്നുണ്ട്. ചേട്ടൻ ഇവിടെ വരാറുണ്ടോ? എനിക്കിവിടെ വരാൻ കഴിയാറില്ല. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാറിയാണ് എൻ്റെ വീട്. അപ്പോൾ ആകെപ്പാട് ആശ്രയിക്കാൻ പറ്റുന്ന അക്ഷയ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുമലയുള്ള ഈ അക്ഷയ കേന്ദ്രമാണ്. അതായത് എൻ്റെ വാർഡെന്ന് തൃക്കണ്ണാപുരം വാർഡാണ്. അപ്പോൾ തൃക്കണ്ണാപുരത്തുള്ള മൊത്തം ആൾക്കാർ ആശ്രയിക്കുന്നത് ഈ അക്ഷയ കേന്ദ്രമാണ്. ഇത് 2ാമത്തെ നിലയിലായത് കാരണം എന്നെ പോലുള്ള ഭിന്നശേഷിക്കാർക്കോ അതോ വയോജനങ്ങൾക്കോ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം ആശ്രയിക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാറി എടപ്പഴിഞ്ഞിയിലുള്ള അക്ഷയ കേന്ദ്രത്തിലാണ്. അത് താഴ്ഭാഗത്തായതുകൊണ്ട് എന്നെ പോലുള്ള ഭിന്നശേഷിക്കാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ ഇപ്പം നമുക്ക് തൊട്ടടുത്തെന്ന് പറയുമ്പോൾ ഇതാണ്, ഉപയോഗിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഈ പിന്നെ ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, ഈ RPDA ആക്ട് പ്രകാരം 2016 തന്നെ പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി വിധിയുമുണ്ട്, എല്ലാ പൊതു ഇടങ്ങളും ഭിന്നശേഷി സൗഹൃദമാവണോ. ഇത് വെറും ഓർഡറിലും നിയമത്തിലും മാത്രമേ ഉള്ളൂ. ഭിന്നശേഷി സൗഹൃദം ആയിട്ട് ഒരക്ഷയ കേന്ദ്രവും ഇല്ല എന്ന് തന്നെ പറയാം. മിക്കവാറും ഉള്ളതെല്ലാം 1ാമത്തെ നിലയിലായിരിക്കും. അതേപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ഭിന്നശേഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല സ്ഥാപനങ്ങളും എല്ലാം 1ാമത്തെ നിലയിലോ 2ാമത്തെ നിലയിലോ ഒക്കെ ആയിരിക്കും. പ്രധാനമായും ഒട്ടനവധി ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ കുട്ടികൾക്കുള്ള ഈ ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളായാലും, കിടപ്പ് രോഗികൾക്കുള്ള ആശ്വാസകരണം പദ്ധതിയായാലും, ഈ ക്ഷേമ പെൻഷനായാലും മരുന്ന് പോലും വാങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അപ്പോൾ ഇത് പലാവർത്തി നിങ്ങൾ സമരം ചെയ്തു. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ 2004 പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാർക്ക് പുനർനിയമനം നൽകി സ്ഥിരപ്പെടുത്തണമെന്നുള്ളത്, ഇങ്ങനെ ഒട്ടനവധി ആവശ്യങ്ങളില്ലേ? ഞാൻ തന്നെ പ്രതിനിധാനം ചെയ്യുന്ന TBSK എന്ന് പറയുന്നൊരു സംഘടനയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. TBSK എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ ജോലി ചെയ്ത് പിരിച്ചുവിടപ്പെട്ട ഭിന്നശേഷിക്കാരുടെ സംയുക്ത കൂട്ടായ്മയാണ്. നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ നിരവധി സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. 23 ദിവസം നീണ്ടു നിൽക്കുന്ന നിരാഹാര സമരം, അതേപോലെ തന്നെ രാപ്പകൽ സമരങ്ങൾ, അങ്ങനെ 140 MLA-മാർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രിക്ക്, ചീഫ് സെക്രട്ടറിക്ക്, അതേപോലെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിക്ക്, സാമൂഹ്യനീതി അഡീഷണൽ സെക്രട്ടറി, അങ്ങനെ വേണ്ട എല്ലാവർക്കും നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2004 മുതൽ നാളിതുവരെയുള്ള ഭിന്നശേഷിക്കാരെ സ്ഥിരമാക്കണം. അതോടൊപ്പം തന്നെ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുടെ പെൻഷൻ സുപ്രീം കോടതി വിധിയുണ്ട്. സാധാരണ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരേക്കാൾ 25% കൂടുതൽ കൊടുക്കണമെന്നാണ്. അതുപോലും ഈ സർക്കാർ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അതേപോലെ ആശ്വാസകിരണം പദ്ധതി മുടങ്ങിയിട്ട് 2.5 വർഷമായി. നോക്കിക്കൊള്ളണം, കിടരോഗികളെ പരിചരിക്കുന്ന അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ പരിചരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു ചെറിയ ഒരു എമൗണ്ട് തുകയാണ്. അത് തന്നെ ഏകദേശം 2.5 വർഷമായി മുടങ്ങിയിട്ട്. അതേപോലെ പല ക്ഷേമ പദ്ധതികൾ, ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പദ്ധതികളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് ആശ്രയിക്കാൻ പറ്റുന്ന പല ഈ വികലാംഗക്ഷേമ കോർപ്പറേഷൻ പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളെ പോലുള്ളവർ പോവുകയാണെങ്കിൽ ഒരു ലോണിന് തന്നെ ആശ്രയിക്കണമെങ്കിൽ ഒന്നീ വസ്തുവിൻ്റെ ജാമ്യം കൊടുക്കണം, അല്ലെങ്കിൽ ബാക്കി ഗവൺമെൻറ് ജീവനക്കാരുടെ ബോണ്ട് കൊടുക്കണം. ഭിന്നശേഷി സൗഹൃദം ക്ഷേമം എന്ന് സർക്കാർ നാഴിക കൊട്ടിഘോഷിക്കണമല്ലാതെ ഭിന്നശേഷിക്കാർക്ക് ഫലത്തിൽ ഒരു ഗുണവും കിട്ടാറില്ല. അവർ ഒത്തിരി ക്ഷേമ പദ്ധതികൾ പറയുന്നുണ്ട്. അതേപോലെ പല പരിപാടികളൊക്കെ ദിനം തോറും നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ പ്രഖ്യാപനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് പേർക്ക് മാത്രമേ അത് പ്രയോജനപ്പെടുന്നുള്ളൂ. ഭിന്നശേഷിക്കാരിൽ തന്നെ ഒത്തിരി കാറ്റഗറീസ് ഉണ്ട്. ഇപ്പം നല്ല അഭ്യസ്ത വിദ്യരായ ആൾക്കാർ, ഞാൻ തന്നെ MA വരെ പഠിച്ച ആളാണ്. ഞാൻ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തത് 89-ലാണ്. അപ്പോൾ നമുക്ക് ആകെപ്പാടുള്ള ആശ്രയം 6 മാസമുള്ള ജോലിയാണ്. ഈ 6 മാസം ജോലി കിട്ടി പിരിച്ചുവിടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലിയില്ല. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ 2004 മുതൽ നാളിതുവരെയുള്ള അങ്ങനെ ജോലി ചെയ്ത ആൾക്കാരെ സ്ഥിരമാക്കണമെന്നാണ്. ഇത് മുൻകാലങ്ങളിൽ സർക്കാർ ചെയ്തിട്ടുണ്ട്. 82-ൽ ഉള്ള സർക്കാർ അന്ന് ഒരു ദിവസം പോലും എംപ്ലോയ്മെൻറ്റ് മുഖേന ജോലി ചെയ്ത ആൾക്കാരെ സ്ഥിരമാക്കിയിട്ടുണ്ട്, ഒരു ദിവസം. അതേപോലെ 94, 84, 94 സ്ഥിരമാക്കി. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് 2010-15 സർക്കാർ അവരെ തന്നെ 99 മുതൽ 2003 വരെയുള്ള ഭിന്നശേഷിക്കാരെ 2677 പേരെ സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ച് സ്ഥിരമാക്കി.
അത് കഴിഞ്ഞിട്ട് ഏകദേശം 20 വർഷത്തെ ആൾക്കാർ വീണ്ടും അതിൻ്റെ പുറകിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ സർക്കാർ വന്നിട്ട് 8 വർഷമായി. 8 വർഷമായിട്ട് പോലും ഈ സർക്കാർ ഒറ്റ ഭിന്നശേഷിക്കാരെ ആ തലത്തിൽ സ്ഥിരമാക്കിയിട്ടില്ല. അപ്പോൾ അതിനെതിരെയാണ് നമ്മൾ ശക്തമായിട്ട് സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്. ബിനിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഒട്ടനവധി ആനുകൂല്യങ്ങളുണ്ട്, സർക്കാർ പ്രഖ്യാപിച്ച ഒട്ടനവധി ക്ഷേമ പദ്ധതികളുണ്ട്. ഈ പദ്ധതികളൊന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ള വലിയൊരു ആരോപണം കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ പദ്ധതികളൊക്കെ അപേക്ഷിക്കുന്നത് പ്രധാനമായും അക്ഷയ സെൻറ്ററുകൾ വഴിയാണ്. ഈ സെൻറ്ററുകൾ പോലും ഈ ഭിന്നശേഷി സൗഹൃദപരമായല്ല പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് നമുക്കിതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.